ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഒരു ഇന്ത്യൻ പൊതുമേഖലാ എയ്റോസ്പേസ്, ഡിഫൻസ് ഇലക്ട്രോണിക്സ് കമ്പനിയാണ്. ഇത് പ്രാഥമികമായി ഗ്രൗണ്ട് എയ്റോസ്പേസ് ആപ്ലിക്കേഷനുകൾക്കായി വിപുലമായ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള 16 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് BEL. ഇതിന് ഇന്ത്യ ഗവൺമെന്റ് നവരത്ന പദവി നൽകിയിട്ടുണ്ട്. General information. Technical performance. Shareholding. Technical levels. ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഊന്നൽ മുതലെടുത്ത് പ്രതിരോധ മേഖലയിലെ ഒരു ശക്തമായ മത്സരാർത്ഥിയായി BEL കണക്കാക്കപ്പെടുന്നു. ഉറച്ച ഓർഡർ ബുക്ക്, തന്ത്രപരമായ പങ്കാളിത്തം, പ്രതിരോധ സാങ്കേതികവിദ്യയിലെ മുന്നേറ്റങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ കമ്പനിയുടെ സ്റ്റോക്ക് സ്ഥിരമായ വളർച്ച പ്രകടമാക്കി. BELന്റെ സാമ്പത്തിക പ്രകടനം ശക്തമാണ്. ആരോഗ്യകരമായ ലാഭ മാർജിൻ, കുറഞ്ഞ കടത്തിന്റെ അളവ്, സ്ഥിരമായ ലാഭക്ഷമത എന്നിവയാണ്. കൂടാതെ ഹോംലാൻഡ് സെക്യൂരിറ്റി, സ്മാർട്ട് സിറ്റികൾ തുടങ്ങിയ പ്രതിരോധേതര മേഖലകളിലേക്കുള്ള വിപുലീകരണത്തോടൊപ്പം ഗവേഷണത്തിനും വികസനത്തിനും വാഗ്ദാനം ചെയ്യുന്നു. ക്വാർട്ടർ 1 റിസൾട്ട്. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ നിർമ്മാതാവ് 776 കോടി രൂപയുടെ അറ്റാദായം രേഖപ്പെടുത്തി. കമ്പനി റിപ്പോർട്ട് ചെയ്ത അറ്റാദായം മുൻവർഷത്തെ അപേക്ഷിച്ച് 531 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 46% കൂടുതലാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം 2024 ജൂൺ പാദത്തിൽ പ്രവർത്തനങ്ങളിൽ നിന്ന് 4199 കോടിയുടെ സ്റ്റാൻഡ്ലോൺ വരുമാനം റിപ്പോർട്ട് ചെയ്തു. ഇത് മുൻ വർഷം റിപ്പോർട്ട് ചെയ്ത 3511 കോടിയിൽ നിന്ന് 19% കൂടുതലാണ്. ഓർഡർ ബുക്കിംഗിൽ ഓഹരി കുതിക്കുന്നു. നവരത്ന ഡിഫൻസ് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സിന് 695 കോടി രൂപയുടെ പ്രധാന ഓർഡറുകൾ ലഭിച്ചു. 2025 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെയുള്ള മൊത്തം ഓർഡർ ബുക്ക് 5920 കോടി രൂപയാണ്. കോംബാറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്, സ്റ്റെബിലൈസ്ഡ് ഒപ്ട്രോണിക് പെഡസ്റ്റൽ, അപ്ഗ്രേഡുകൾ, സ്പെയറുകൾ, സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പ്രധാന ഓർഡറുകൾ. സ്റ്റോക്ക് ഉയരാനുള്ള കാരണങ്ങൾ. ഗവൺമെന്റ് ഡിഫൻസ് ചെലവ്, പ്രതിരോധ ചെലവിൽ, പ്രത്യേകിച്ച് തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ വർദ്ധിച്ച ശ്രദ്ധ BEL പോലുള്ള കമ്പനികൾക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുന്നു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് പ്രതിരോധ ഇലക്ട്രോണിക്സിന്റെ മുൻനിര വിതരണക്കാരൻ എന്ന നിലയിൽ പ്രതിരോധ പദ്ധതികൾക്ക് ഉയർന്ന ബജറ്റ് വകയിരുത്തുന്നതിലൂടെ BEL നേട്ടമുണ്ടാക്കുന്നു. ശക്തമായ ഓർഡർ ബുക്ക്. BEL അതിന്റെ ഓർഡർ ബുക്കിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സമീപ വർഷങ്ങളിൽ കാര്യമായ കരാറുകൾ നേടിയിട്ടുണ്ട്. ഈ ഓർഡറുകൾ ഭാവിയിലെ വരുമാനം ഉറപ്പാക്കുന്നു. ഇത് നിക്ഷേപകരുടെ വികാരത്തെ ഗുണപരമായി ബാധിക്കുകയും ഓഹരി വിലയെ മുകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്. ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്ന മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് സർക്കാർ ഊന്നൽ നൽകിയത് BELന് അനുകൂലമായി. നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന ഈ സംരംഭത്തിൽ കമ്പനി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രഡിക്ഷൻ. കൺക്ലൂഷൻ. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ശക്തമായ സർക്കാർ പിന്തുണയുടെയും ശക്തമായ സാമ്പത്തിക നിലയുടെയും പിന്തുണയോടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഉറച്ച നിക്ഷേപമായി തുടരുന്നു. കമ്പനിയുടെ സ്ഥിരതയാർന്ന പ്രകടനം, നവീകരണം, തന്ത്രപരമായ സംരംഭങ്ങൾ എന്നിവ ദീർഘകാല നിക്ഷേപകർക്ക് വിശ്വസനീയമായ തിരഞ്ഞെടുപ്പായി മാറുന്നു. ഭാരത് ഇലക്ട്രോണിക്സ് സ്റ്റോക്ക് ശക്തമായ പോസിറ്റീവ് പ്രവണത കാണിക്കുന്നു. സ്ഥിരമായി 100 ദിവസത്തെ ചലിക്കുന്ന ശരാശരിക്ക് മുകളിൽ ട്രേഡ് ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാന ശക്തിക്ക് അടിവരയിടുന്നു. പ്രതിവാര ചാർട്ടിൽ സ്റ്റോക്ക് ശക്തമായ ഉയർച്ചയിലാണ്. ഇത് പോസിറ്റീവ് ആക്കം ശക്തിപ്പെടുത്തുന്നു. പ്രതിരോധ വ്യവസായത്തിൽ സ്ഥിരതയും വളർച്ചയും ആഗ്രഹിക്കുന്നവർക്ക് ഒരു നിർബന്ധിത ഓഹരിയാക്കി മാറ്റുന്നു. Thank you.